ഹരിശരണം. ഹരിശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരേ നമ. ശ്രീ ഹരേ നമ. ശ്രീ ഹരേ നമ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വാഗർത്ഥാവിവ സംവൃദ്ധൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരോ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേ ശമനിശം ഹൃദി ഭാവയാമി. നാരായണീയമൊരുകൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും കരുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. നാരായണ 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 രാധ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. കല്ലു വേണോ നീല നീറം കോലും നല്ല കല്ലു വേണോ നല്ല വൈരി വേലേറുന്ന കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. ഇന്ദ്രനീലമണി വർണ്ണം പോണ്ടു ലക്ഷ്മി വക്ഷശീല സാന്ദ്രമോദം വിളങ്ങുമാ കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്നലെ ഞാനൊരു കുറച്ച് ദൂരത്തിലായിരുന്നു ഒരു പൂജ ഉണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോ എല്ലാവരും സഹസ്രനാമം കാണാപ്പാടം പഠിച്ചു വെച്ചേക്കണം. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഒരുപാട് മന്ത്രങ്ങൾ. എനിക്ക് കണ്ടിട്ട് അതിശയം തോന്നിയിട്ടുണ്ട്. നല്ല ഭക്തിയുള്ള ഒരു കുടുംബം. 10-15 പേരുണ്ട്. എല്ലാവരും തെറ്റാതെ സഹസ്രനാമം കാണാപ്പാടം വായിക്കുക. അതുപോലെ തന്നെ എല്ലാ മന്ത്രങ്ങളും അവർക്ക് അറിയാം. ശാന്തിക്കാര് നോക്കുമ്പോൾ ഒന്നുമല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഇപ്പൊ എല്ലാ ദിവസവും ഒരു സഹസ്രനാമം 2 നേരവും ചൊല്ലുന്നുണ്ടെന്നാ പറയുന്നത്. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം. അപ്പൊ നമുക്കും എല്ലാവരും സഹസ്രനാമം കാണാപ്പാഠം പഠിക്കുക. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, നാമജപത്തിനൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീടൊക്കെ ശുദ്ധമായിരിക്കുക. അടുക്കള അതുപോലെ തന്നെ റൂമുകളൊക്കെ വൃത്തിയാക്കിയിടുക. മുഷിഞ്ഞ തുണികൾ ഒക്കെ പുറത്തേക്ക് മാറ്റിയിട്ട് വേണം നാമം ജപിക്കണമെങ്കിൽ. കുറച്ച് കാലത്ത് എഴുന്നേക്കുക. ഒക്കെ ശുദ്ധമായി, വീട് ശുദ്ധമായെങ്കില നമ്മുടെ മനസ്സ് ശുദ്ധമാവുള്ളൂ. ഹരിശരണം. ഇന്നിപ്പോ കൃഷ്ണന്മാരെയൊക്കെ നമ്മുടെ നാളെ ഇന്നിപ്പോ നാരായണീയ ത്രയാഹം തുടങ്ങിയാണ്. കൃഷ്ണന്മാരൊക്കെ അങ്ങോട്ട് പോയൊക്കെയാണ്. ആരും ഇല്ല അവിടെ. പോലെ അപ്പൊ നാളെ തുടങ്ങി ആനാപ്പുഴ
ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ് നാരായണീയ പ്രയാഗം. അപ്പൊ അവിടുത്തെ എന്തെങ്കിലും ഒരു ഭാഗം നമ്മൾ ഇതിനകത്ത് ചെയ്യും. അതെല്ലാവരും കാണുക. 3 ദിവസം അവിടെ ആയിരിക്കും. രാവിലെ 4 നാമജപം. എല്ലാവരും കാണണം, ആനന്ദിക്കണം, ആസ്വദിക്കണം. എല്ലാവരും ആനാപ്പുഴ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തുക. നാളെ 6 മണിക്ക് തുടങ്ങും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഭദ്രദീപ പ്രകാശനം. സോമവാര്യരാണ് അതിന്റെ മാഹാത്മ്യം. എല്ലാ ദിവസവും എല്ലാവരും വരിക, നാമം ജപിക്കുക, സത്സംഗം, എല്ലാവരും അതിനകത്തൊക്കെ പങ്കെടുക്കുക. ഹരിശരണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കണ്ണനാമുണ്ണീതൻ കാരുണ്യത്താൽ കണ്ണൻ കഥകളെ ചൊല്ലിടുന്നേ. മണ്ണിനും വിണ്ണിനും നാഥനായോർ കണ്ണിനും കണ്ണായോരുണ്ണിയല്ലോ. കണ്ണനാമുണ്ണീതൻ കാരുണ്യത്താൽ കണ്ണൻ കഥകളെ ചൊല്ലിടുന്നേ. മണ്ണിനും വെണ്ണീനും നാഥനായോ കണ്ണീനും കണ്ണായൊരുണ്ണിയല്ലോ. അമ്പാടിക്കോമന പൈതലാണേ അമ്മയെ ശോധതൻ പുണ്യമാണേ. നന്ദസോദരാണേ ഗോപനാണേ ഗോക്കളെ മേയ്ക്കും കറുമ്പനാണേ. വെണ്ണപ്പാൽ കട്ടുണ്ണും കള്ളനാണേ വെണ്ണീനെ തോൽപ്പിക്കും വർണ്ണനാണേ. മണ്ണുണ്ണും മായ മനുഷ്യനാണേ. വിഷ്ണോർക്കും നാഥനാമുണ്ണിയാണ്. അമ്മ തൻ ചേലയിൽ തൂങ്ങിടുന്നോൾ വെണ്ണയ്ക്കായി വാശി പിടിച്ചിടുന്നോൾ. ഗോപികൾ ചില കവർന്നിടുന്നോൾ ചോലിൽ നാമുണ്ണിയാണേ. വൃന്ദാവനത്തിന്റെ ചന്തമാണേ വന്ദിത പാദനാം ബ്രഹ്മമാണേ. ഭക്തജനത്തിന്റെ തോഴനാണേ മുക്തി കൊടുക്കുന്നു കുന്ദനാണേ. കണ്ണനാമുണ്ണീതൻ കാരുണ്യത്താൽ കണ്ണൻ കഥകളെ ചൊല്ലിടുന്നു. മണ്ണീനും വെണ്ണീനും നാഥനായോ കണ്ണീനും കണ്ണായൊരുണ്ണിയല്ലേ. ഗോപീജനത്തിന്റെ ജീവനാണേ ആപത്തിൽ കാക്കും വിരുദ്ധനാണേ. രാധാഹൃദയ വിഹാരിയാണേ മാധവൻ ആത്മസ്വരൂപനാണേ. കണ്ണനാമുണ്ണീതൻ കാരുണ്യത്താൽ കണ്ണൻ കഥകളെ ചൊല്ലിടുന്നേ. മണ്ണീനും വെണ്ണീനും നാഥനായോ കണ്ണീനും കണ്ണായൊരുണ്ണിയല്ലേ. കണ്ണീനും കണ്ണായൊരുണ്ണിയല്ലേ. കണ്ണീനും കണ്ണായൊരുണ്ണിയല്ലേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മനസ്സ് ശുദ്ധാൻ ഏറ്റവും വലിയ മരുന്നാണ് നാമജപം. മനസ്സിനെ തണുപ്പിക്കാനും ഏറ്റവും വലിയ മരുന്ന് തന്നെ ഇത് തന്നെയുള്ള അവസരം. ഹരിശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം. ദശകം 22. അജാമിളോപാഖ്യാനം. അജാമിളോ നാമ മഹീസുരപുര ചരൻ വിഭോ ധർമ്മപദാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാ കാനനമേത്യദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാകുലാം സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സജ്യ സമാരമൻ അധർമ്മകാരി ദശമി ഭവൻ പുനർ ദദൗ ഭവത്നാമ സുതേരതിം സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ ത്രീനഭിലക്ഷയൻ ഭിയാം പുരാമനാക്തോസ്മൃതിവാസനാബലാൽ ജുഹാവനാരായണ നാമകം സുതം ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിവേദോർഭവതീയ പാർഷദ ചതുർഭുജാ പീതപടാ മനോരമാം അമും ച സംഭാഷ്യ വികർഷദോ ബടാൻ വിമുഞ്ചതേത്യാരുരുദുർബലാതമി നിവാരിതാസ്തേജ ഭവജ്ജനൈസ്തഥാ തദീയ പാപം നിഖിലം നിവേദയൻ ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ ഹൃദേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിത ന നിഷ്കൃതി കിം വിദിത ഭവാദൃശാം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ ശ്രുതി സ്മൃതിഭ്യാം വിഹിതാ വ്രതാദയാ പുനന്തി പാപം നനുലന്തി വാസനാം അനന്തസേവാതു നികന്തതി ദ്വയിം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ അനേന ഭോ ജന്മസഹസ്രകോടിഭിः ഹൃദേഷു പാപേഷു വിനിഷ്കൃതീകൃത യദഗ്രഹേ നാമ ഭയാകുലോ ഹരേർ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ നൃണാമ ബുദ്ധ്യാപി മുകുന്ദ കീർത്തനം രഹത്യ ഗൗഗാൻ മഹിമാസ്യ താദൃശാം യദാഗ്നിരേതാംസി യദൗഷധം ഗദാൻ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ യാമ്യപടേരഭാശ്രുതേ ഭവദ്ഭടാനാം ച ഗണേ തിരോഹിതേ ഭവസ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാപി ഭവദ്ഭടൈരസൗ സ്വകിങ്കരാ വേദന ശങ്കിതോ യമാ ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാം ഇതി സ്വകീയ ഭൃത്യാം അശിശിക്ഷതുച്ഛകേ സദേവ വാതാലയനാഥ പാഹി മാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും നാളെ തുടങ്ങി ആനാപ്പുഴ ശ്രീ കുടുംബ ഭഗവതി ക്ഷേത്രത്തിൽ എത്തുക. എത്തുന്ന സമയമൊക്കെ വരിക, നാമം ജപിക്കുക, ആനന്ദിക്കുക. വെളുപ്പിനെ തുടങ്ങി എല്ലാവരും വിളിക്കലായി എപ്പോഴാണ് എത്തണത്. ഹരിശരണം. ശരണം.